ഇന്ന് നമ്മൾ 1 തിമോത്തിയോസിന്റെ 1-ാം ലേഖനത്തിൽ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ചിന്തിക്കാൻ പോവുകയാണ്. പ്രധാനമായിട്ടും അത് 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. എന്നാൽ ആ 1-ാം അധ്യായം അതല്ല വാസ്തവത്തിൽ തിമോത്തിയോസിന് എഴുതിയ ലേഖനം തന്നെ. ഇതിൻ്റെ കാരണങ്ങൾ അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തോടും പ്രത്യാശയോടും ഒക്കെയാണ് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നതെങ്കിലും എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് നാം വന്ന് എത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വെളിയിലും സഭയ്ക്കുള്ളിലും എല്ലാമുള്ള ദുരുപദേശങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളുമെല്ലാം വല്ലാതെ നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നുണ്ട്, അലട്ടുന്നുണ്ട്. ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇന്ന് പോകണമെന്ന് വിചാരിച്ച വിഷയമല്ല വാസ്തവത്തിൽ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കാരണം ഈ ദിവസങ്ങളിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ട്വിറ്ററിലോ ഒക്കെ പോയി നോക്കിയാൽ ഇതിനെതിരെ ഒക്കെ ദൈവദാസന്മാരെല്ലാം ഒത്തിരി സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പം അതുകൊണ്ട് ആവശ്യം പോലെ റിസോഴ്സസ് നിങ്ങൾക്ക് ഇന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നതിനേക്കാൾ ഇതെല്ലാം കണ്ട് മനസ്സും മടുത്ത് തളർന്ന് ക്ഷീണിച്ച് പോകുന്ന ദൈവമക്കൾ അവർ പിന്നെയും വിശ്വാസത്തിൽ മുന്നേറേണ്ടതിനായി യൂദാപ്പോസ്തലന് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞല്ലോ, പൊതുവിശ്വാസത്തെക്കുറിച്ചൊക്കെ എഴുതാൻ തുടങ്ങിയെങ്കിലും വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പിന്നെ അവിടെ എഴുതേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് ഇവിടെ തിമോത്തിയോസിനെ നമുക്കൊന്ന് പരിചയപ്പെട്ട് തിമോത്തിയോസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് മനസ്സിലാക്കാൻ ഈ 1-ാം അധ്യായത്തിലേക്ക് പോവാം. നമുക്കറിയാം, പൗലോസ് തിമോത്തിയോസിന് ഈ ലേഖനം എഴുതുമ്പോൾ തിമോത്തിയോസ് എഫേസോസ് സഭയുടെ പാസ്റ്റർ ആയിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭകളെല്ലാം തന്നെ അക്കാലത്ത് കൊടിയ പീഡനത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നതെന്നും നമുക്കറിയാം. ഇതില് എഫേസോസ് സഭയുടെ പീഡനത്തിന്റെ ചരിത്രം അറിയാൻ അപ്പോസ്തല പ്രവൃത്തി 12-ന്റെ 23 മുതൽ 33 വരെ വായിച്ചാൽ മതി. സഭയ്ക്ക് എന്നാൽ പുറമേയുള്ള പീഡനങ്ങളെക്കാൾ നമ്മൾ ഇവിടെ കേട്ടതുപോലെ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ദുരുപദേശത്തിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് കാണുവാൻ സാധിക്കും. എഫേസോസ് സഭയിലും അടിസ്ഥാന പ്രമാണങ്ങൾ ഉപേക്ഷിച്ചിട്ട് കിഴവിക്കഥകളിലും ജാതീയ ആചാരങ്ങളിലും ഊന്നി ദൈവജനത്തെ മ്ലേച്ഛമായ ദുഷിച്ച അധാർമികതയിലേക്ക് നയിക്കുന്ന ഉപദേഷ്ടാക്കന്മാരെ കൊണ്ട് തിമോത്തിയോസ് എന്ന പാസ്റ്ററിന് മടുത്തു എന്ന് നമുക്ക് ആ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ കാണാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ഈ മനസാക്ഷി തഴമ്പിച്ച ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് 4-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ അവിടെ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ 1-ന്റെ 3 വാക്യത്തിലും അതുപോലെ തന്നെ 10-ാം വാക്യത്തിലും ഒക്കെ ഈ ഭാഗത്തോട്ട് നമ്മൾ വരുമ്പോൾ പിന്നെയും 4-ാം അധ്യായം 3-ൽ നമ്മൾ കാണുന്നു പല സ്ഥലങ്ങളിലായിട്ട് ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ ആ സഭയിൽ ഉള്ള കടന്നുകയറ്റത്തെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെയും ആ ഭാഗങ്ങൾ ഡീറ്റെയിലേക്ക് പോയി സമയം നമുക്ക് എടുക്കാനില്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങ് പോവുക, നിങ്ങൾക്ക് റെഫറൻസ് തന്നു. 1-ാം അധ്യായത്തില് 8-9 വാക്യങ്ങളില് അവിടെയുള്ള ആളുകളെ കുറിച്ച് ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്. നിങ്ങളതൊന്ന് വായിച്ചു നോക്കണം. പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കുലപാതകർ, ദുർനടപ്പുകാർ, പുരുഷ മൈഥുനക്കാർ, പത്യോപദേശത്തിന് വിപരീതമായി ജീവിക്കുന്നവരുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. സഭയ്ക്കുള്ളിലുണ്ടായ കറപ്ഷനെ കുറിച്ചാണ് നമ്മളവിടെ വായിച്ചത്.
വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശങ്ങളെ ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ സത്യവിശ്വാസം ത്യജിച്ച് കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം പ്രസംഗിക്കുന്ന ഉപദേഷ്ടാക്കന്മാരെയാണ് ആ സഭയിലുള്ളവർക്ക് അന്ന് ഇഷ്ടമായിരുന്നത്. അപ്പോൾ പ്രവൃത്തികൾ 20:29 തന്നെ ഇതിനെതിരെ പൗലോസ് മുന്നറിയിപ്പ് കൊടുത്തതാ. അദ്ദേഹം അന്ന് അവിടെയുള്ള മൂപ്പന്മാരെ എല്ലാം കൂട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. എത്ര സ്പെസിഫിക് ആയിട്ടാണ് പ്രൊഫറ്റിക്കലായിട്ട് പൗലോസ് അന്ന് അവിടെ പറഞ്ഞത്. അതെല്ലാം ഇന്ന് ഈ സഭയിൽ സംഭവിച്ചിരിക്കുക. എന്തായാലും സഭയ്ക്കുള്ളില് കാര്യങ്ങളെല്ലാം ഇത്രത്തോളം വഷളായപ്പോഴ് ആ സഭയുടെ പാസ്റ്റർ പണി ഉപേക്ഷിച്ച് പൗലോസിന് ഒപ്പം പോകാൻ, വിശ്വാസ ജീവിതത്തെ തള്ളിക്കളയല്ല, താൻ പൗലോസിന്റെ കൂടെ തന്നെ, പൗലോസിന്റെ നിജപുത്രനാണല്ലോ തിമോഥെയോസ്, പോകാൻ വേണ്ടി ആഗ്രഹിക്കുക. എനിക്ക് ഈ പാസ്റ്റർ പണി വേണ്ടെന്ന് പൗലോസിനോട് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. ക്രിസ്ത്യൻ ജീവിതത്തിൽ ഒരു പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ തളർത്തുന്ന പ്രശ്നങ്ങൾ ഇതൊന്നും ആയിരിക്കില്ല. ഇന്ന് നമ്മുടെ ബേബിച്ചൻ ബ്രദർ പാടിയപ്പോൾ കള്ള സഹോദരനെ കുറിച്ച്, സ്വന്തം സഹോദരന്മാർ തള്ളിക്കളയുന്നതിനെ കുറിച്ചൊക്കെ പാടി. നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണല്ലോ. തീർച്ചയായിട്ടും അതും ഒരു പ്രശ്നം തന്നെയാണ്. ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ, പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ വരുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ, അയ്യോ ദൈവം പോലും എന്നെ കൈവിട്ടോ എന്ന തോന്നലില് ആരാധനയ്ക്ക് പോലും പോകാൻ കഴിയാതെ വിശ്വാസത്തിൽ ഇടറി ക്ഷീണിക്കുകയും സംശയിക്കുകയും ചെയ്തിട്ടുള്ള സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്നെങ്കിലും ഉണ്ടായിട്ടില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അതുമല്ലെങ്കിൽ ജീവിതത്തിലെ പരിശോധനകളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഇടറി വീണവരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അകത്തും പുറത്തുമുള്ള പീഡനങ്ങൾ കാരണം ക്രിസ്തീയ ജീവിതത്തിൽ ഈ പോർക്കളത്തിൽ തളർന്നുപോയ തിമോഥെയോസിനെ ആ സഭയുടെ പാസ്റ്ററായി തുടരാൻ പൗലോസ് എങ്ങനെയാണ് പ്രേരിപ്പിച്ചതെന്ന് പഠിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ക്ഷീണിച്ചു പോകുമ്പോൾ, തളർന്നു പോകുമ്പോൾ ആ കാര്യം നമ്മളെയും മുന്നോട്ട് പ്രത്യാശയോടെ പ്രതിസന്ധികളെ അതിജീവിച്ച് പോകുവാൻ സഹായിക്കുമെന്ന് തോന്നുന്നതിലാണ് ഞാൻ ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നത്. കർത്താവിന്റെ അപ്പോസ്തലൻ എന്ന നിലയിൽ ഒട്ടനവധി കഷ്ടവും പീഡനവും സഹിച്ച ഒരാളാണ് പൗലോസ് എന്ന് നമുക്കറിയാം. ലേഖനങ്ങളിലും പ്രവൃത്തികളുടെ പുസ്തകങ്ങളിലും എല്ലാം ധാരാളം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 11:23 മുതൽ 35 വരെ അയ്യോ ഞാൻ ബുദ്ധിമോശമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ കുറെ കാര്യങ്ങൾ താൻ അനുഭവിച്ചത് പറയുന്നുണ്ട്. പല പ്രാവശ്യം താൻ തടവിലായിട്ടുണ്ട്. ഒന്ന് കുറയ 40 അടി 5 വട്ടം കൊണ്ടതായി അവിടെ പറയുന്നു. 3 വട്ടം കോലിനാലടി കൊണ്ടിട്ടുണ്ട്. ഒരിക്കൽ കല്ലേറ് കൊണ്ട് മരിച്ചവനെ പോലെ താൻ ആയതാ. 3 വട്ടം കപ്പൽ ഛേദത്തിൽപ്പെട്ടവൻ, രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. പിന്നെ എന്തെല്ലാമാണ് ആ ലിസ്റ്റ്. നിങ്ങൾ ആ ഭാഗത്ത് പോയി ഞാൻ പറഞ്ഞ ഭാഗം 2 കൊരിന്ത്യർ 11:23 മുതൽ 33 വരെ ഒന്ന് വായിച്ചു നോക്കണം. നമ്മളായിരുന്നെങ്കിൽ തിമോഥെയോസ് പൗലോസിന്റെ അടുക്ക വന്നപ്പം ആ സ്ഥാനത്ത്, പൗലോസിന്റെ സ്ഥാനത്ത് നമ്മളാന്ന് എന്നോ പറഞ്ഞേനെ, എടാ തിമോത്തി, എന്റെ പ്രശ്നങ്ങളൊക്കെ നീ കണ്ടതല്ലേ മോനെ, അതുമായി കമ്പയർ ചെയ്താൽ നിന്റേത് വല്ല പ്രശ്നമാണോ അല്ലേ? അങ്ങനെ പറഞ്ഞ് തിമോഥെയോസിനെ വഴക്ക് പറഞ്ഞ് ഓടിച്ചേനെ നമ്മൾ. എന്നാൽ പൗലോസിന്റെ പണ്ടത്തെ ജീവിതവും ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങിയ ശേഷമുള്ള അനുഭവങ്ങളും പങ്കുവെച്ചുകൊണ്ടാണ് ഈ ആത്മീയ പോർക്കളത്തിൽ തളർന്നിരിക്കുന്ന തിമോഥെയോസിനെ പൗലോസ് ധൈര്യപ്പെടുത്തുന്നതെന്ന് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാം. ഞാൻ പറഞ്ഞത് 1 തിമോഥെയോസ് അതിന്റെ 1-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ അവരുടെ 2 പേരുടെയും പ്രശ്നങ്ങളെ കുറിച്ചേ അല്ല സംസാരിക്കുന്നത്. അവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്.
തിമോത്തിയോസ് ആകെ ഡെസ്പറേറ്റ് ആയിട്ട് എന്നാ സ്പിരിച്വൽ ഡിപ്രഷനിലായി എന്ന് വേണേൽ നമുക്ക് പറയാം. എന്നാൽ ഈ 12-ാം വാക്യത്തിൽ കാണുന്നത് ഈ ശുശ്രൂഷയ്ക്ക് അവരെ ആക്കി വെച്ച യേശുവിന് നന്ദി പറയുക. നമ്മളോട് വായിക്കുന്നത്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിക്കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. നോക്കണേ, ഈ പോർക്കളത്തിൽ നമ്മൾ നേരത്തെ കേട്ട പ്രശ്നങ്ങളെല്ലാം ഓവർകം ചെയ്യുവാൻ തക്ക ശക്തി കൊടുത്ത ഒരു സോഴ്സ്, ആ റിസോഴ്സ് അത് ക്രിസ്തുവേശുവിൽ നിന്നായിരുന്നു. ആ ഉറവിടത്തെ, ആ സോഴ്സിനെ ഓർത്ത്, അത് മാത്രമല്ല താൻ ഓർക്കുന്നത്, ആ ശുശ്രൂഷ ഏൽപ്പിക്കുവാൻ തന്നെ വിശ്വസ്തനായി എണ്ണി എന്നുള്ള ആ കാര്യവും താൻ നന്ദിയോടെ ഓർക്കുക. എന്തുകൊണ്ടാണ് പൗലോസ് യേശു ക്രിസ്തുവിന് നന്ദി പറയുന്നത്? ഞാൻ പറഞ്ഞതുപോലെ പിന്നെയും ഒന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ. ക്രിസ്തുവേശു അവനെ വിശ്വസ്തനായി കണക്കാക്കി. അർഹതയില്ലാത്ത സ്ഥാനത്ത് പൗലോസിനെ യോഗ്യനാക്കി തീർത്തതോർത്ത് തന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങളുടെ പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് മറന്ന് ദൈവമക്കളാകുവാനും ദൈവ രാജ്യത്തിൽ പ്രവേശിക്കുവാനും ലഭിച്ച ഭാഗ്യമോർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഈ പദവി ലഭിക്കാൻ എന്ത് യോഗ്യതയായിരുന്നു നമ്മൾക്കുണ്ടായിരുന്നതെന്ന് ഓർത്ത് നോക്കിയേ. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന് നമ്മളെ അവിടെ നിന്ന് വീണ്ടെടുത്ത ആ കൃപയോർത്താൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകില്ലേ? ആരും പറയാതെ നമ്മുടെ അതരം ദൈവത്തിന് സ്തുതി പാടുകയില്ലേ? 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പിന്നെയും മുമ്പേ താൻ ആരായിരുന്നു, തനിക്ക് കരുണ ലഭിച്ചത് എങ്ങനെയാണ് എന്നൊക്കെ പൗലോസ് അവിടെ തുറന്നു പറയുക. മുമ്പേ ഞാൻ പ്രശസ്തനായ ഗുരുവായ ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവനാണെന്നൊന്നും ബോസ്റ്റ് ചെയ്യുകയല്ല പൗലോസ് ചെയ്യുന്നത്. നമ്മളൊക്കെ പാസ്റ്റ് പറയാൻ നോക്കിയാൽ നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തും പൊക്കിയും പറയുകയാണല്ലോ ചെയ്യുന്നത്. ദൈവസന്നിധിയിൽ വാസ്തവത്തിൽ നന്ദിയുള്ള ഹൃദയം ഉണ്ടാകുമ്പോൾ നമ്മുടെ നേട്ടങ്ങളും പദവികളും ടൈറ്റിലുകളും ഒക്കെ ഓടിപ്പോകും. പകരം ദൈവസന്നിധിയിൽ നാം എത്രത്തോളം അയോഗ്യരാണെന്നുള്ള കാര്യമാ, ആ ചിന്തകളാണ് നമ്മളിലേക്ക് ഓടി വരിക. നിങ്ങൾ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തില് പരിശുദ്ധാത്മാവ് വരച്ചു കാട്ടിയിരിക്കുന്ന ആ മനോഹര ചിത്രം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ് പ്രവാചകനായ യെശയ്യാവ് ദൈവിക ദർശനം കണ്ടപ്പോൾ, സാന്നിധ്യം കണ്ടപ്പോൾ അവിടെ കിടന്ന് നിലവിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, വായിച്ചിട്ടുണ്ടല്ലോ. പൗലോസിന് പറയാനുള്ളതും തൻ്റെ അയോഗ്യതയെക്കുറിച്ചാണ്. മുമ്പേ അവൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ധിക്കാരിയുമായ മനുഷ്യനായിരുന്നു എന്ന് കൺഫസ് ചെയ്യുക. എന്നാൽ അതൊക്കെ അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതായതുകൊണ്ട് അവന് കരുണ ലഭിച്ചെന്നും കൂടെ പറയുന്നുണ്ട്. ഇതിൽ കൂടി പൗലോസ് തിമോത്തിയോസിനോട് ചോദിക്കാതെ ചോദിക്കുന്നത്, തിമോത്തി, മുമ്പേ നീ ആരായിരുന്നു മകനെ? എങ്ങനെയാണ് നിനക്ക് കരുണ ലഭിച്ചത്? പ്രിയമുള്ളവരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും പരിശുദ്ധാത്മാവ് ഇതേ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മുമ്പേ നിങ്ങൾ ആരായിരുന്നു? എങ്ങനെയാണ് ഈ കരുണ നിങ്ങൾക്ക് ലഭിച്ചത്? കർത്താവിന്റെ കൃപയും കരുണയും ലഭിക്കുന്നതിന് മുമ്പ് താൻ എന്തായിരുന്നുവെന്ന് ഓർക്കുമ്പോൾ അവന്റെ ഉള്ളം നന്ദി കൊണ്ട് നിറയുക. അവൻ ദൈവദൂഷകനും പീഡകനും ധിക്കാരിയുമായിരുന്ന എതിരാളിയായിരുന്നു എന്ന് അവൻ സമ്മതിക്കുക. എന്നാൽ തൻ്റെ പാപങ്ങളെ കണക്കിടാതെ അവനെ ഒരു ശുശ്രൂഷകനാക്കിയിരിക്കുന്നു. അവനോട് കരുണ കാണിച്ചിരിക്കുന്നു. അവന്റെ കൃപ അവനിലേക്ക് ഒഴുകി എത്തിയിരിക്കുന്നു. താൻ ആരാണെന്നും കർത്താവ് അവന് വേണ്ടി എന്താണ് ചെയ്തതെന്നും പൗലോസ് മനസ്സിലാക്കുക. ദൈവത്തോടുള്ള ബന്ധത്തിൽ
മുമ്പേ നിങ്ങൾ ആരായിരുന്നുവെന്ന് ദൈവസന്നിധിയിൽ വരുമ്പോൾ ഓർക്കാറുണ്ടോ? നമ്മുടെ ആവരാധികളുമായി ദൈവസന്നിധിയിൽ വരുന്നതിന് മുമ്പേ ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ നമ്മെ പ്രാപ്തനാക്കിയ ദൈവത്തിന്റെ അരികിൽ മുമ്പേ നമ്മൾ ആരായിരുന്നു എന്നൊരു ഏറ്റുപറച്ചിൽ, ഒരു തുറന്നു പറച്ചിൽ നടത്താൻ കഴിയുമോ? അതല്ലേ പൗലോസ് ചെയ്തത്. ഇവിടെ പൗലോസ് എന്താണ് ചെയ്തതെന്ന് ഈ പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 9 മുതൽ 11 വരെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നസറേയനായ യേശുവിന്റെ നാമത്തിന് വിരോധമായി പലതും യെരൂശലേമിൽ പ്രവർത്തിച്ചു. മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി. നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാമല്ലോ, ഞാനത് ഡിസ്ക്രൈബ് ചെയ്തു പോകുന്നില്ല. ദൈവസഭയെ ഉപദ്രവിച്ച് ജീവിച്ച പൗലോസിന്റെ പഴയ നാളുകളെ പൗലോസ് ഓർക്കുമ്പോൾ അവന് ദുഃഖവും അപ്പോൾ തന്നെ അവനിലേക്ക് കവിഞ്ഞൊഴുകിയ കൃപയെ ഓർക്കുമ്പോഴുള്ള നന്ദിയും ചേർന്നുള്ള വികാരമാണ് തിമോഥെയോസിനുള്ള വാക്കുകളിലൂടെ പ്രതിഫലിക്കുന്നത് നമ്മൾ കാണുന്നത്. നമുക്കറിയാലോ, ഈ സ്നേഹമുള്ളവരെ അടുത്ത് കിട്ടിയാല് നമ്മൾ അവരോട് ഉള്ളു തുറന്ന് സംസാരിക്കുമല്ലോ. അതുപോലെ തൻ്റെ പ്രിയ മകനോട് സംസാരിക്കുക പൗലോസിലൂടെ. നമ്മൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ ആരോടെങ്കിലും പറയാറുണ്ടോ? കുറഞ്ഞപക്ഷം ദൈവത്തോടെങ്കിലും ഒരു ഏറ്റുപറച്ചിലും ആരാധനയും നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? മുമ്പേ താൻ അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതായതുകൊണ്ട് അവന് കരുണ ലഭിച്ചു എന്നൊക്കെ പറയുന്നു പൗലോസെങ്കിലും വാസ്തവത്തിൽ പൗലോസിന്റെ അറിവില്ലായ്മയല്ല അവനെ രക്ഷിച്ചതെന്ന് നമ്മൾ മറന്നു പോകരുത്. അത് ദൈവത്തിന്റെ സമൃദ്ധമായ കൃപയായിരുന്നു. എന്തുകൊണ്ടാണ് പൗലോസിനെ സുവിശേഷം ഏൽപ്പിച്ചതെന്നതിനുള്ള ഉത്തരമാ ഈ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിപ്പോൾ കണ്ടത്. എന്നിട്ട് 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിശ്രേഷ്ഠമായ ഒരു പ്രഖ്യാപനം പൗലോസോട് നടത്തുക. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമത്രേ എന്ന് താൻ വിളിച്ചു പറയുക. നോക്കണേ, വിശുദ്ധ ഗ്രന്ഥത്തിലെ തന്നെ ഏറ്റവും വിലപ്പെട്ട വാചകമാണിത്. യേശു വന്നത് പാപികളെ രക്ഷിക്കാനാണ്. എല്ലായ്പ്പോഴും പണ്ടത്തെ കാര്യം ഓർത്തുകൊണ്ട് ദുഃഖിച്ചിരിക്കാനല്ല, മറിച്ച് അവിടെ നിന്ന് നമ്മളെ രക്ഷിച്ച വിധത്തെക്കുറിച്ച് വർണ്ണിക്കാൻ കൂടെയാണ് ദൈവം നമ്മളോട് കരുണ കാണിച്ചതെന്ന് മറന്നു പോകരുത്. ഒരു കൂട്ടര് സ്വയനീതിയുടെ മിഥ്യാധാരണയിൽ ജീവിച്ച് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല യേശു വന്നത്. അവർ തന്നെ നീതി പ്രവൃത്തികൾ ചെയ്ത് അവരുടേതായ വഴി കണ്ടെത്തുമ്പോൾ ഇവിടെ പറയുന്നത് യേശു വന്നത് പാപികളെ രക്ഷിക്കാനാണ്. യേശു കർത്താവിന്റെ വാക്കുകളിൽ തന്നെ അത് പറയുന്നുണ്ട്. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളത് എന്ന് മർക്കോസ് 2:17 അവിടുന്ന് പറയുന്നു. അതുകൊണ്ട് രക്ഷിക്കപ്പെടുവാൻ അഥവാ ദൈവമക്കളായി തീരുവാൻ ആവശ്യമായ ആദ്യത്തെ യോഗ്യത എന്ന് പറയുന്നത് ഒരാൾ പാപിയായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പാപിയല്ലേ യേശുവിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുകയില്ല. ചിലരുടെ മനോഭാവം കണ്ടാൽ ഒരാൾ ഏതൊക്കെ പാപം ചെയ്താലാണ് പാപിയാകുക എന്ന് തോന്നിപ്പോകും. അങ്ങനെയുള്ളവർക്ക് വലിയ പാപമുണ്ട്, ചെറിയ പാപമുണ്ട്, സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമില്ലാത്ത പാപമുണ്ട്. വചനം പറയുന്നത് എന്തുവാ? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാ. അങ്ങനെ പട്ടികയിൽപ്പെടാത്ത പാപമെന്നോ പട്ടികയിൽപ്പെട്ട പാപമെന്നോ ഒന്നുമില്ല. എല്ലാവരും പാപികളാണെന്നാണ് തിരുവചനം പറയുന്നത്. നാം എല്ലാവരും ആത്മീയമായി മരിച്ചവരായിരുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. ഭൂമിയിൽ പിറന്നവരിൽ ഒരു രക്ഷകനെ ആവശ്യമില്ലാത്ത ഒരു വ്യക്തി പോലും ഇല്ല എന്നാണ് തിരുവചനം പ്രഖ്യാപിക്കുന്നത്, വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് അതുകൊണ്ട് എടുത്തു പറയുകയാണ്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ഈ പ്രസ്താവന അതുകൊണ്ടാണ് അതിശ്രേഷ്ഠമാകുന്നത്. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവരിൽ ആ അടുത്തു വന്ന ഒരു
പാപിയെ പോലും അയോഗ്യരായി കർത്താവ് വിടുകയില്ല. ആ സുവാർത്തയാണ് നമ്മൾ സുവിശേഷമായി മാനവരാശിക്ക് നൽകുന്നത്, തിരുവചനം നൽകുന്നത്. യേശു വന്നത് പാപികളെ രക്ഷിക്കാനാണെന്ന് വിളിച്ചു പറയുന്നതാണ് സുവിശേഷം. എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇത് മാത്രമാണെന്ന് മറന്നു പോകരുത്. ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കാനാണ് ലോകത്തിൽ വന്നതെന്ന് വിളിച്ചു പറയുവാൻ, അതെന്റെയും നിങ്ങളുടെയും അനുഭവമാണെന്ന് ലോകത്തോട് പറയുവാൻ, ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് ചുറ്റുപാടുമുള്ളവരോട് സംസാരിപ്പാൻ നമുക്ക് ദൈവമായ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. എന്നാൽ പൗലോസിന് തന്റെ കേൾവിക്കാരോട് ആദ്യം പറയാനുള്ള ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. ആ പാപികളിൽ ഒന്നാമൻ താൻ ആണെന്നാ മറ്റുള്ളവരോട് പറയുന്നത്. നോക്കണേ, പാപികളിൽ ഒന്നാമനാണ് എന്ന പൗലോസിന്റെ അവകാശവാദം അത് വെറും ഒരു വ്യാജ വിനയത്തിന്റെ പ്രകടനമായിരുന്നില്ല. നമ്മളൊക്കെ അങ്ങനെ പറയാറുണ്ട്, ഏറ്റവും മഹാഭാവിയായിരുന്നു, ദോഷിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് പലപ്പോഴും ഒരു വ്യാജ വിനയം കലരാറുണ്ട്. തൻ്റെ പാപങ്ങൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ദൈവം മുൻപാകെ ഏറെ കണക്ക് ബോധിപ്പിക്കേണ്ടവനാണെന്നുള്ള ആത്മാർത്ഥമായ തോന്നലിൽ നിന്നായിരുന്നു പൗലോസ് ആ കൺഫെഷൻ നടത്തുന്നത്. പാപികളിൽ ഒന്നാമനായിരുന്ന തന്നെ രക്ഷിച്ച യേശുവിനെ കുറിച്ച് പൗലോസിന് പറയാനുള്ളത് ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനമാണെന്നാണ്. നോക്കണേ, നമുക്ക് നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് കോൺഫിഡൻസോടെ മറ്റുള്ളവരോട് ഇത് പറയാൻ കാരണം, നോക്കൂ, എന്നെ രക്ഷിച്ച, മഹാഭാവിയായിരുന്ന എന്നെ വീണ്ടെടുത്ത ഈ യേശുവിൻ്റെ സ്നേഹം അത് നിങ്ങളെയും രക്ഷിക്കുവാൻ മതിയായതാണ്. ഇത് വിശ്വാസയോഗ്യമാണ്, നിങ്ങൾക്കും അംഗീകരിക്കാൻ കൊള്ളാവുന്നതാണെന്ന് നമുക്ക് പൂർണ്ണ നിശ്ചയത്തോടെ പറയുവാൻ കഴിയണം. 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പൗലോസ് നമ്മളെ പഠിപ്പിക്കുക. അവിടെ നോക്കണേ, ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ മേൽ ഈ കരുണ ചൊരിഞ്ഞത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് നിത്യജീവന് വേണ്ടി യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു ദൃഷ്ടാന്തമാകാൻ അല്ലെങ്കിൽ ഒരു മാതൃകയാകാൻ വേണ്ടിയാണ് നമ്മുടെ മേൽ കരുണ ചൊരിഞ്ഞെന്ന. അപ്പൊ നമ്മളെ വീണ്ടെടുക്കാൻ ഉള്ള കരുണയാണത്. അപ്പോൾ തന്നെ നിത്യജീവന് വേണ്ടി യേശുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക്, അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് ഒരു ദൃഷ്ടാന്തമായി, ഒരു മാതൃകയായി നമ്മെ നിർത്തുവാൻ വേണ്ടി നമ്മുടെ മേൽ കരുണ ചൊരിഞ്ഞിരിക്കുക. പൗലോസ് എന്ന വ്യക്തിയില് ക്രിസ്തുവിന്റെ രക്ഷാ പദ്ധതിയുടെ വെളിപ്പെടുത്തലാണ് നമ്മൾ കാണുന്നത്. ആ പാപികളിൽ ഒന്നാമനായ തനിക്ക് ദീർഘക്ഷമയും കരുണയും ലഭിച്ചെങ്കിൽ മറ്റുള്ള ഏത് പാപിക്കും ലഭിക്കുമെന്നുള്ള സന്ദേശമാണ് പൗലോസിൽ കൂടെ നൽകുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ഈ ബെഞ്ചമിന്റെ ജീവിതത്തിൽ കൂടെയും അതേ കാര്യമാണ് നൽകുന്നത്. എനിക്ക് രക്ഷ ലഭിച്ചെങ്കിൽ, എനിക്ക് എൻ്റെ ദൈവത്തിൽ നിന്ന് കരുണ ലഭിച്ചെങ്കിൽ, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ കരുണ ലഭിക്കാൻ യോഗ്യതയുണ്ട് എന്ന സന്ദേശമാണ് എൻ്റെ ജീവിതത്തിലൂടെ നിങ്ങളോട് വെളിപ്പെടുത്താനുള്ളത്. ഇപ്പം രക്ഷിക്കപ്പെട്ട ഓരോ പാപിയുടെയും ജീവിതം മറ്റുള്ളവരെ രക്ഷയിലേക്ക് നടത്താനുള്ള ദൃഷ്ടാന്തമായി നിലകൊള്ളേണ്ടതാണെന്നാണ് ഇവിടെ നമ്മളെ ആ ഭാഗത്ത് നിന്ന് പഠിപ്പിക്കുന്നത്. ഇനിയും ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള അടുത്ത പടിയിലേക്ക് പൗലോസ് കൊണ്ടുപോവുക. 17-ാം വാക്യത്തിൽ നമ്മളെ കൊണ്ടുപോകുന്നത് തിമോഥെയോസിനോട് ഇത്രയും പറഞ്ഞപ്പോൾ പൗലോസിന് തന്നെ തെരഞ്ഞെടുത്ത് രക്ഷിച്ച ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സന്ദർഭം താൻ ഉപയോഗിക്കുക. നോക്കണേ, ഈ കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ തൻ്റെ ഉള്ളിലേക്ക് ആ വീണ്ടെടുത്ത് രക്ഷിച്ച ദൈവത്തിൻ്റെ ആ ദൈവത്തെക്കുറിച്ച് ഓർത്തുള്ള ആരാധന കൊണ്ട് തൻ്റെ ഹൃദയം നിറയുകയാണ്. ദൈവത്തിൻ്റെ ദീർഘക്ഷമയും കരുണയും തൻ്റെ മേൽ ചൊരിഞ്ഞ യേശു ക്രിസ്തുവിലൂടെയുള്ള പാപക്ഷമയും നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ദൃഷ്ടാന്തമായി തന്നെ നിർത്തിയിരിക്കുന്നതെല്ലാം ഓർക്കുമ്പോൾ സ്നേഹിതരെ,
ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സാക്ഷ്യവും അത് തന്നെയല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും കഥയതല്ലേ? അങ്ങനെയെങ്കിൽ നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും അർപ്പിച്ച് ആമേൻ പറയാൻ പൗലോസിനെ പോലെ നമുക്ക് കഴിയണം. പൗലോസ് ബഹുമാനവും ആ ആരാധനയും മഹത്വവും ഒക്കെ അർപ്പിക്കുന്നത് നോക്കിയേ, ആർക്കാണെന്ന് നോക്കിയേ. ആ ദൈവം ആരാണെന്നാ പറയുന്നത്? നിത്യ രാജാവും അമർത്യനും അദൃശ്യനുമായ ഏകദൈവം. നോക്കണേ, ഇംഗ്ലീഷില് ഏകജ്ഞാനിയായ ദൈവത്തോടെന്ന് പറയുമ്പോൾ ടു ഗോഡ് ഹൂ അലോൺ ഈസ് വൈസ്, ദൈവം മാത്രമേ ജ്ഞാനിയായിട്ടുള്ളൂ എന്നവിടെ പൗലോസ് എടുത്തു പറയുക. ഇത് ഇങ്ങനെ പറയാൻ കാരണം നമുക്കറിയാമല്ലോ, എല്ലാം അറിയുന്നവൻ ദൈവം മാത്രമാണ്. നമുക്കൊക്കെ അതും ഇതുമൊക്കെ അറിയാം. ശാസ്ത്രം എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അവിടെയും ശാസ്ത്രം അറിയുന്നത് ലഭ്യമായ കാര്യങ്ങളിൽ നിന്നുള്ളതായ നിഗമനത്തിൽ കൂടി മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, നമ്മുടെ ദൈവം നിത്യരാജാവാണ്, അക്ഷയനാണ്, അദൃശ്യനാണ് എന്നവിടെ വെളിപ്പെടുത്തുകയാണ്. ഈ ലേഖനത്തിൽ തന്നെ അതിന്റെ അവസാനത്തെ അധ്യായത്തിലേക്ക്, 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 15-16 വാക്യങ്ങളില് ഈ ദൈവത്തെ പിന്നെയും പൗലോസ് കുറെ കൂടി വ്യക്തമായി ഡിസ്ക്രൈബ് ചെയ്ത് വെളിപ്പെടുത്തുന്നുണ്ട് നമുക്ക്. അവിടെ നമ്മൾ വായിക്കുന്നത്, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമാണെന്ന് അവിടെ നമ്മുടെ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുക. നോക്കണേ, അതൊക്കെ ദീർഘസമയമെടുത്ത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാ. ഞാൻ സമയത്തിന്റെ കുറവുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെന്ന് ഓർക്കണം. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആ ദൈവത്തിന്റെ അടുത്താണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് ഓർക്കണം. ആ ദൈവത്തെ ആണ് നമ്മൾ ആരാധിക്കുന്നത്. ഈ ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് ഇന്നും ഇപ്പോഴും നമ്മൾ ആയിരിക്കുന്നത്, അടുത്തു വന്നിരിക്കുന്നത് എന്നറിയണം. ഇതെല്ലാം അറിഞ്ഞാൽ പൗലോസിനെ പോലെ അവനെ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ, നമ്മുടെ ഉള്ളത്തിൽ അവനെ ആരാധിച്ചുകൊണ്ട് അല്ലാതെ ഇരിക്കാൻ നമുക്ക് കഴിയയില്ല. ദൈവത്തെ ആരാധിക്കുന്നതിൽ നമുക്ക് എപ്പോഴെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവനെ ഉള്ളതുപോലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാ. അക്ഷയനായ ദൈവത്തെ, അമർത്യനായ ദൈവത്തെ, ധന്യനായ ഏകാധിപതിയായ ദൈവത്തെ, മനുഷ്യരാരും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ആ ദൈവത്തെ വെളിപ്പെടുത്തി തന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ നമുക്കവനെ ആരാധിക്കാതിരിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, 18-ാം വാക്യത്തിൽ എത്തിയപ്പോൾ ഇത്രയുമായി അവനെക്കുറിച്ച്, അവൻ ആരാണെന്ന് പറഞ്ഞു, അവന്റെ പാസ്റ്റ് ഓർപ്പിച്ചു, അവനോട് കരുണ കാണിച്ച ദൈവത്തെക്കുറിച്ച് ഓർപ്പിച്ചു, ആ ദൈവം ആരെന്ന് വെളിപ്പെടുത്തി, ആ ദൈവത്തെങ്കിലുള്ള ആരാധനയിലേക്ക് അവന്റെ ഹൃദയത്തെ നടത്തിയ ശേഷം 18-ാം വാക്യത്തിൽ തന്റെ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതിന് തിമോഥിയോസിനോട് പൗലോസ് ആജ്ഞാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ വാക്കാ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കണേ, ആ ആജ്ഞാപിക്കുന്ന സമയത്തും തന്നെക്കുറിച്ചുള്ള പ്രവചനത്തെ, ആ മുൻപ് പറഞ്ഞിട്ടുള്ള പ്രവചന ശബ്ദത്തെ ഓർപ്പിച്ചുകൊണ്ടാണ് പൗലോസ് പറയുകയാണ്, വിശ്വാസവും നല്ല മനസാക്ഷിയുള്ളവനായി നല്ല യുദ്ധസേവ ചെയ്യുക എന്നവനോട് പറഞ്ഞ് അവനെ ധൈര്യപ്പെടുത്തുന്നത്. നോക്കണേ, ഞാൻ നിങ്ങളോട് മുഖവരിയായി പറഞ്ഞിരുന്നല്ലോ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ തളർന്ന് ക്ഷീണിച്ച്, വിശ്വാസത്തിൽ പോലും തളർന്ന് ക്ഷീണിച്ചു പോകുന്ന സന്ദർഭങ്ങളിൽ നാം ഓർക്കേണ്ട കാര്യം, നാം ആരായിരുന്നു, നാം എവിടെയായിരുന്നു, നമ്മെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എങ്ങനെയാണ്, നമുക്കിപ്പോഴുള്ള പദവി എന്താണ്, അതിന് നമ്മളോട് കരുണ കാണിച്ചത് ആരാണ്, ആ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ നമുക്ക് ഉറപ്പ് ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അവന് വേണ്ടി ഉണർന്ന് നല്ല യുദ്ധസേവ ചെയ്യുന്നവനായി തിമോഥിയോസിനെ പോലെ ജീവിക്കുവാൻ കഴിയും. ഇവിടെ പൗലോസിന്റെ ഈ ആജ്ഞയില്
ഒരു മിലിറ്ററി ഭാഷയുടെ ടോൺ ഉണ്ടായിരുന്നു. ഒരു കമാൻഡിങ് ഓഫീസറുടെ ഉത്തരവിന് തുല്യമായിട്ടാണ് പൗലോസ് അവിടെ സംസാരിക്കുന്നത്. എന്നാൽ അപ്പോൾ തന്നെ അതേ വാക്കില് മകനെ തിമോഥെയോസേ എന്ന വാക്കുകൾ കൊണ്ട് താൻ ഒരു പിതൃസ്നേഹത്തെ കൊണ്ട് അത് പൊതിഞ്ഞാണ് സംസാരിക്കുന്നത്. പൗലോസ് വളരെ സീരിയസ് ആയി സംസാരിക്കുന്നു, പക്ഷെ അപ്പോൾ തന്നെ സ്നേഹം നിറഞ്ഞുകൊണ്ടുമാണ് അവിടെ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത്. നമുക്കറിയാലോ, ഒരു പടയാളി യുദ്ധത്തെ നേരിടുന്നത് പോലെ എഫെസോസിൽ പൗലോസ് ഏൽപ്പിച്ച ജോലിയെ തിമോഥെയോസ് സമീപിക്കണമെന്ന പൗലോസിന് തിമോഥെയോസിനോട് പറഞ്ഞു കൊടുക്കാനുള്ളത്. എഫേസ്യർ 6-ാം അധ്യായത്തിലെ ദൈവത്തിന്റെ സർവായുധ വർഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ആ വിശ്വാസത്തിൽ എങ്ങനെ വിശ്വാസ ജീവിതം നയിക്കണമെന്നുള്ളതൊക്കെ തിമോഥെയോസിനും നന്നായിട്ടറിയാം. അതുകൂടാതെ നല്ല മനസാക്ഷിയുള്ളവരായിരിക്കണമെന്നും പറയുകയാണ്. കാരണം നമ്മുടെ ശത്രുക്കൾ നമ്മെ ആക്രമിക്കാൻ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പെരുമാറ്റങ്ങൾ ശരിയല്ലെങ്കിൽ, നല്ല മനസാക്ഷിയുള്ളവരല്ലെങ്കിൽ ആ ഏരിയാസിലെല്ലാം കയറി അവർ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഒടുവിലെ 19-20 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ തകർന്നു പോയ ഹുമെനയോസിനും അലക്സന്തരെയും കുറിച്ച് തിമോഥെയോസിനെ ഓർപ്പിച്ചുകൊണ്ടാണ് പൗലോസ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. പൗലോസ് ഇവിടെ പറഞ്ഞിട്ടുള്ളതല്ലാതെ ഈ ആളുകൾ ആരെന്ന് പോലും നമുക്ക് മറ്റെവിടെയൊന്നും റെഫറൻസുമില്ല, അറിയുകയുമില്ല. എന്നാൽ തീർച്ചയായിട്ടും തിമോഥെയോസിനും എഫേസ്യ സഭയിലുള്ളവർക്കും അവരെ നന്നായിട്ട് അറിയാം. നമ്മുടെ ജീവിതയാത്രയിലും തീർച്ചയായും അങ്ങനെയുള്ള വിശ്വാസ കപ്പൽ തകർത്ത് കളഞ്ഞവരെ നമുക്കും അറിയാമല്ലോ. അവരെ പോലെ നമ്മുടെ വിശ്വാസ പടക് തകർന്നു പോകാതെ കാത്തു സൂക്ഷിച്ച് ദൈവം നമ്മളെ ഇത്രത്തോളം നിലനിർത്തിയതിന് നമ്മുടെ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പുറകോട്ട് നോക്കിയാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകൾ എത്രയേറെയായിരുന്നു. അവിടെയെല്ലാം നമ്മോട് ദീർഘക്ഷമ കാണിച്ച് കരുണ കാണിച്ച ദൈവത്തിന് നന്ദി അർപ്പിക്കാം. വിശ്വാസവും നല്ല മനസാക്ഷിയുള്ളവരായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്തുകൊണ്ട് ഇനിയുള്ള കാലം നാം എല്ലാവരും മുന്നേറുവാനായി ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ ചിന്തകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. സൗഖ്യമാക്കി എന്റെ